ഇപ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ എന്നോട് പറയുകയാണ് ലൂക്ക 1:12. ഇപ്പം ഹിന്ദുവായ എനിക്ക് ലൂക്ക 1:12 എന്ന് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വചനം ഒന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ കൃപാസനത്തിലെ ധ്യാനം എന്നും അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇന്ന വചനമാണ് ഒന്നും കേട്ടിട്ടേ ഇല്ല. അന്നേരം ഞാൻ എൻ്റെ കോളേജിലെ സിസ്റ്ററിനോട് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് വെളുപ്പിനെ തന്നെ ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചു, സിസ്റ്ററെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ലൂക്ക 1:12 എന്നാണ് കണ്ടത്, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ തിരിച്ചെനിക്കൊരു മെസ്സേജ് അയച്ച് ഗോഡ് ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നിട്ട് പറഞ്ഞു, മിസ്സിൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു മെസ്സേജാണ്, വചനമാണത്. സക്കറിയായിക്കും എലിസബത്തിനും ഒരുപാട് താമസിച്ച് ഒരു പുത്രനെ കൊടുക്കുന്ന കാര്യമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് മാതാവിൻ്റെ അത്ഭുതമാണെന്ന് തന്നെ ഞാൻ, കാരണം എനിക്ക് ലൂക്ക 1:12 എന്ന് ഞാൻ ഇതുവരെ എനിക്കറിയില്ല, അത് എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് വേണ്ടി തന്നെ അങ്ങനെ ഒരു സ്വപ്നം മാതാവ് എന്നെ കാണിച്ചു എന്ന് ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞാണ് നവംബർ മധ്യത്തോടെ ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഒരുപാട് റിസ്കുകളുണ്ടായിരുന്നു. ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 50-50 ചാൻസേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 5 വർഷം കഴിഞ്ഞ് അത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അന്നേരം ഒരുപാട് വീണ്ടും സങ്കടത്തിലേക്ക് പോയപ്പം ഞാൻ ഉടമ്പടി എടുത്തെന്ന് അറിയാവുന്നവരൊക്കെ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആൾ ഇനി അങ്ങനെ സങ്കടപ്പെടരുത്. അപ്പോൾ അത് കേട്ടതോടുകൂടി ഞാൻ വീണ്ടും ധൈര്യത്തിലേക്ക് എത്തി. പിന്നെ ഞാൻ പേടിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എല്ലാ ദിവസവും ഞാൻ വയറിൽ തൈലം പുരട്ടി, വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത സ്കാനിങ് ആയപ്പോഴേക്കും എൻ്റെ ചേച്ചിക്കൊക്കെ നല്ല പേടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കുഴപ്പവും വരത്തില്ല. അടുത്ത സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു റിപ്പോർട്ട് എല്ലാം നല്ല റിപ്പോർട്ടാണ്. അങ്ങനെ എല്ലാ ദിവസവും അനുഗ്രഹങ്ങളായിരുന്നു. എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് പത്രമൊക്കെ വിതരണം പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പോകും. പിന്നെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇറങ്ങി നിന്ന് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയോട് പറഞ്ഞ് ഇവിടെ വന്ന് ചേച്ചി പത്രം വാങ്ങിച്ച് ചേച്ചിയെ കൊണ്ട് കൊടുപ്പിച്ചു. അന്നേരവും ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എൻ്റെ വയ്യായികളെല്ലാം മാറിക്കഴിഞ്ഞ് ഞാൻ തന്നെ കൊടുത്തോളാം, അതുവരെ ഞാൻ ചേച്ചിയെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടങ്ങൾ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ താണ്ടി എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എല്ലാ സ്കാനിങ്ങിലും ഞാൻ കയറുന്നത്. അങ്ങനെ സിസേറിയൻ്റെ സമയം വരെ, എന്നെ കൊണ്ടുപോകുന്ന ആ സമയം വരെ